ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമേടിയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശ്വര കൃപയും സമാധാനവും. വിശുദ്ധ കുമ്പസാരത്തെ കുറിച്ച് തന്നെയാണ് വീണ്ടും നമ്മൾ ആലോചിക്കുന്നത്. കൂടുതൽ വ്യാഖ്യാനിക്കേണ്ടി വരുന്നതും അല്ലെങ്കിൽ കൂടുതൽ അവബോധപരമായ ഉൾക്കാഴ്ചകളിലേക്ക് പോകേണ്ടി വരുന്നതിന്റെയും പ്രധാന കാരണം കുമ്പസാരം ഒരു ആത്മനിഷ്ഠമായ ഭാവം ഉൾക്കൊള്ളുന്ന കാര്യമാണ്. നമ്മുടെ ആത്മാവും ശരീരവും ചേർന്ന് ഏകകമാണ്. ഒരു വസ്തുനിഷ്ഠ ലോകവും ഒരു ആത്മീകമായ ലോകവും തമ്മിലുണ്ട്. ആധ്യാത്മികമായ പ്രകാശം നമ്മുടെ ഭൗതിക ജീവിതത്തെ പ്രകാശിപ്പിക്കണം. അങ്ങനെ വസ്തുനിഷ്ഠ ലോകം ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടും. വസ്തുനിഷ്ഠ ലോകത്തെ കാര്യങ്ങൾ നമുക്ക് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. നിരീക്ഷണ പരീക്ഷണങ്ങളിലൂടെ നമ്മൾ നിഗമനങ്ങളിൽ എത്തിച്ചേരും. അവ പ്രായോഗികമാണോ എന്ന് നോക്കും. അങ്ങനെയാണ് ശാസ്ത്രത്തിന്റെ രീതി. ആത്മനിഷ്ഠമായ രീതി അങ്ങനെയല്ല. അത് അവബോധപരമായൊരു കാര്യമാണ്. അവബോധപരമായ ഉൾക്കാഴ്ചകളിലൂടെ മാത്രമേ നമുക്ക് അമൂർത്തമായ ലോകത്തെ കാണാൻ പറ്റൂ. മൂർത്തമായ ലോകം കൊണ്ട് മാത്രം ലോകം പരിപൂർണമാകില്ല. നമ്മൾ പലപ്പോഴും ആലോചിക്കുന്നത് ഈ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യം എന്നാണ്. വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് കരുതുന്ന ഒരു പരിമിതിപ്പെടുമ്പോൾ സ്നേഹം അപ്രസക്തമാവും. സ്നേഹം കേവല വികാരമാണെന്ന് വന്നാൽ അത് മൃഗീയമായി പോകും. സ്നേഹം ആത്മനിഷ്ഠമായ ഒന്നാണ്, അമൂർത്തമായ ഒന്നാണ്. സത്യം അമൂർത്തമായ ഒന്നാണ്. ക്ഷമ അമൂർത്തമായ ഒന്നാണ്, മൂർത്തമായതല്ല. അപ്പൊ അമൂർത്തമായ ലോകം കൂടി ഉണ്ട് നമ്മിൽ എന്ന ബോധം നമുക്കുണ്ടാകണം. ഈ അമൂർത്തമായ ലോകത്തിന്റെ പ്രേരണകൾക്കനുസരിച്ചാണ് മൂർത്തമായ ലോകം പ്രയോഗക്ഷമമാകുന്നത്. അകമേ സ്നേഹമുണ്ട് എന്നതുകൊണ്ടാണ് അത് പ്രകാശിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരെ ക്ഷമിക്കാൻ കഴിയുന്നത്. നമ്മുടെ ശരീരത്തിനകത്ത് വിവിധ രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. ദേഷ്യം വരുമ്പോ അഡ്രിനാൽ ഉൽപ്പാദിപ്പിക്കും. നമുക്ക് രാവിലെ എഴുന്നേൽക്കണമെങ്കിൽ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യണം, കോർട്ടിസോൾ ഷൂട്ടപ്പ് ചെയ്യണം. നമ്മുടെ അകത്ത് നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ യഥാർത്ഥത്തിൽ മനസ്സുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ മനസ്സ് എങ്ങനെ നിയന്ത്രിക്കപ്പെടും? മനസ്സ് നിയന്ത്രിക്കപ്പെടുന്ന ആത്മാവിലാണ്. ആ ആത്മാവ് ദൈവാത്മാവുമായുള്ള ബന്ധത്തിൽ നിന്ന് അകലുമ്പോൾ നിശ്ചയമായും അത് ഭൗതിക ലോകത്തെയും ബാധിക്കും. അങ്ങനെ ആത്മാവും ശരീരവുമായ മനുഷ്യൻ ദൈവവുമായി അകലുമ്പോൾ നിശ്ചയമായിട്ടും ലോകമായിട്ട് അകലും. അതുകൊണ്ടാണ് ദൈവത്തോടുള്ള ബന്ധത്തിൽ വീഴ്ച ഉണ്ടാവുമ്പോൾ സാഹോദര്യത്തിലും വീഴും. ദൈവത്തോടുള്ള ബന്ധത്തിലും സാഹോദര്യത്തിലും വീഴുമ്പോൾ സാമൂഹ്യമായ ബന്ധങ്ങളിൽ വീഴും. സാമൂഹ്യമായ ബന്ധങ്ങളിൽ വീഴുമ്പോൾ പ്രപഞ്ചവുമായുള്ള ബന്ധത്തിൽ വീഴ്ച സംഭവിക്കും. ഇത് ഒരാളെ വ്യക്തിഗതമായി വീഴ്ത്തും. അപ്പൊ ഈ വീഴ്ചയിൽ നിന്ന് മോചനം ഉണ്ടാകാനായിട്ട് എന്ത് ചെയ്യണം? ഒരു പരിഹാര പ്രവൃത്തി വേണമല്ലോ. അവിടെയാണ് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത്, ദൈവത്തോടുള്ള അനുസരണത്തിൽ നകർന്നുപോയ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ മരിച്ച് നമുക്ക് വേണ്ടി രക്തം ചിന്തി നമ്മുടെ പാപങ്ങളുടെ കറ കഴുകുകയും പാപത്തിന്റെ അടിമത്തത്തിൽ നമ്മെ മോചിപ്പിക്കുകയും ചെയ്ത ക്രിസ്തുവിൽ നമുക്ക് പാപമോചനമുണ്ട് എന്ന അവബോധപരമായ ഒരു ഉൾക്കാഴ്ചയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റണം. അങ്ങനെ എത്തിച്ചേരുമ്പോഴാണ് ക്ഷമ അതിന്റെ യാഥാർത്ഥ്യത്തിൽ അനുഭവപ്പെടുക. ക്രിസ്തു നമ്മോട് ക്ഷമിച്ചു. അവൻ നമുക്ക് വേണ്ടി പരിഹാരമായിട്ട് മാറി. അവൻ നമ്മെ സ്നേഹിക്കുന്നു എന്ന ഈ അനുഭവം സ്വാഭാവികമായും ഓരോ പാപപ്രവൃത്തിയിലും നമുക്ക് നഷ്ടമാകുന്നുണ്ട്. യേശുവിന്റെ മുഖം എപ്പോഴും ഓർത്തിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും നമുക്ക് അഹിതമായതൊന്നും പ്രവർത്തിക്കാൻ കഴിയില്ല. ഓരോ മനുഷ്യനും ക്രിസ്തുവിനെ കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു മനുഷ്യനോടും എതിർപ്പുള്ളവരായിട്ട് നമ്മൾ മാറുമായിരുന്നില്ല. സൃഷ്ടപ്രപഞ്ചത്തിലാകെ ഈ ദൈവിക മഹത്വത്തിന്റെ അടയാളങ്ങൾ ദർശിച്ചിരുന്നെങ്കിൽ നമ്മുടെ ചുറ്റുപാടുകളോട് നാം ക്രമവിരുദ്ധമായി പ്രവർത്തിക്കുകയില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് ആത്മനിഷ്ഠമായ പ്രകാശം നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ് വസ്തുനിഷ്ഠമായ ലോകത്ത് തകർച്ചകൾ ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അക്രമം ഉണ്ടാകുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും. അവിടെയാണ് നമ്മെ ശുദ്ധീകരിക്കേണ്ടതിന്റെ ആവശ്യം പ്രധാനപ്പെട്ടതായി വരുന്നത്. പാപം ഏറ്റുപറയുക, അനുതപിക്കുക, ഏറ്റുപറയുക,
ക്രിസ്തുവിന്റെ സ്നേഹത്തിലേക്ക് പുനരാനയിക്കപ്പെടുക. അങ്ങനെ നമ്മിൽ തന്നെ പരിശുദ്ധാത്മാവ് നൽകിയിട്ടുള്ള പ്രസാദപരാവസ്ഥയിലേക്ക്, പാപത്തിന്റെ പ്രേരണകൾക്ക് വിരുദ്ധമായി ജീവിക്കാൻ, ശാരീരിക അഭിലാഷങ്ങളെക്കാൾ അപ്പുറത്ത് ആത്മാവിന്റെ പ്രേരണകൾക്ക് വിധേയപ്പെടാൻ, അങ്ങനെ അമർത്യമായ ലോകത്തേക്ക് ജീവിതത്തെ എടുത്തു വയ്ക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഇതിനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നാം അങ്ങനെ ഏറ്റെടുത്ത് വെക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഒരു മോചനാനുഭവം നമുക്കുണ്ടാകുക. കുമ്പസാരം ആരംഭിക്കുന്നത് ആദിമകാലത്ത് തന്നെയാണ്. ക്രിസ്തുവിന്റെ കാലത്ത് യേശു പാപമോചനത്തിനുള്ള അധികാരം ശിഷ്യന്മാർക്ക് കൊടുക്കുന്നതായി മത്തായി 16, 19, 18, 18, യോഹന്നാൻ സുവിശേഷം 20, 21, 23 ഇവിടെയൊക്കെ നമുക്ക് കാണാം. വിശുദ്ധ മത്തായി 9-ാം അധ്യായത്തിൽ 2 മുതൽ തിരുവചനങ്ങളിൽ യേശു തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിച്ചുകൊണ്ട് അത് അടയാളപ്പെടുത്തുന്നുണ്ട്. ശിഷ്യർക്ക് ഈ അധികാരം നൽകുമ്പോൾ അത് അപ്പോസ്തലികമായ വ്യക്തികൾക്ക് നൽകുന്ന അധികാരമായിട്ടല്ല, സഭയ്ക്ക് നൽകുന്ന അധികാരമായിട്ടാണ്. അതുകൊണ്ടാണ് സഭയിൽ ആദ്യകാലം മുതൽ കുമ്പസാരമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ നമ്മൾ കണ്ടതാണ്. 19-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ അന്നേ പാപം ഏറ്റുപറഞ്ഞ് മോചനം പ്രാപിക്കുന്ന ഒരു ശീലം നമുക്ക് കാണാം. AD 96 വിശുദ്ധ ക്ലമന്റ്, റോമിലെ വിശുദ്ധ ക്ലമന്റ് എഴുതുന്ന ഒരു കത്തിൽ കുമ്പസാരം എന്ന കൂദാശയെ സംബന്ധിച്ച രേഖകളുണ്ട്. ഇത്ര നിരവധിയായ രേഖകൾ, ആധികാരികമായ രേഖകൾ ആദിമകാലം മുതൽ സഭയ്ക്കകത്ത് കുമ്പസാരം എന്ന കൂദാശ നിലനിന്നിരുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ആദ്യകാലത്ത് നിന്നിരുന്ന പോലെ അല്ല കുമ്പസാരം നിൽക്കുന്നത്. കുമ്പസാരത്തിന് പരിണാമം ഉണ്ടായിട്ടുണ്ട്, മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. കുമ്പസാരം അങ്ങനെ മാറ്റങ്ങൾക്ക് വിധേയമായത് സഭയുടെ വളർച്ചയുടെ കാലഘട്ടത്തിലാണ്. ഇന്ന് കാണുന്ന കുമ്പസാര രീതികൾ ഉണ്ടാകുന്നത് അതിന് തുടർച്ചയായിട്ടാണ്. ആദിമകാലത്ത് കുമ്പസാരം ഉണ്ടായിരുന്നത് പരസ്യ കുമ്പസാരം. സഭാസമൂഹങ്ങൾ ചെറുതായിരുന്നു. തെറ്റ് ചെയ്ത ഒരാൾ ആ തെറ്റ് പരസ്യമായിട്ട് ഏറ്റുപറയും, കഠിനമായ പ്രായശ്ചിത്തം കൊടുക്കും. അങ്ങനെ കഠിനമായ പ്രായശ്ചിത്തം ചെയ്ത് പാപമോചനം നേടും. ഇതൊരു പഴയ രീതിയാണ്. ഇതിനകത്തൊരു കുഴപ്പമുള്ളത്, ഈ കഠിനമായ പ്രായശ്ചിത്തം ചെയ്യുന്നതിലൂടെയാണ് പാപം മോചിക്കപ്പെടുന്നത് തെറ്റിദ്ധാരണ വരും. ദൈവശാസ്ത്രപരമായ ഒരു കാര്യമാണ് ഒന്ന്. രണ്ടാമത്, ഈ പരസ്യമായിട്ട് പാപം ഏറ്റു പറയുമ്പോൾ ഒരു വ്യക്തിക്ക് ദൈവം നൽകുന്ന മാഹാത്മ്യത്തെ സംബന്ധിച്ച് ബോധം നഷ്ടപ്പെടും. ഓരോ വ്യക്തിയെയും കരുതുന്നവനാണ് ദൈവം, തെറ്റ് ചെയ്യുന്നവനെ തള്ളിക്കളയുന്നവനല്ല. വ്യക്തിയുടെ മാഹാത്മ്യം ദൈവം അംഗീകരിക്കുന്ന കാര്യമാണ്. യൂദാസ് ഒറ്റിക്കൊടുക്കുന്നതിന് മുമ്പ് സ്നേഹിത എന്നാണ് ക്രിസ്തു വിളിക്കുന്നത്. നീ പോയി നിനക്കിഷ്ടമുള്ളത് ചെയ്യുക എന്ന് പറഞ്ഞ് തിരുവത്താഴ മേശയെന്ന് പറഞ്ഞു വിടുന്നുണ്ട്. കാരണം ദൈവം ഒരാളെയും മാനിക്കാതിരിക്കില്ല. ഇപ്പോഴും നമ്മൾ ചോദിക്കുന്നുണ്ട്, ദൈവത്തിന് തടയാൻ പാടില്ല. ദൈവം തടയില്ല. ആ പ്രവൃത്തി ദൈവത്തിൻ്റെതല്ല. ദൈവം നമുക്കൊരു സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. ദൈവം നമുക്കൊരു രഹസ്യാത്മകത തന്നിട്ടുണ്ട്, നിഗൂഢ അവസ്ഥ, മിസ്റ്റിക്കായ ഒരവസ്ഥ. നമ്മൾ പുറമേ കാണുന്നത് പോലെ അല്ല അകമേ. അതുകൊണ്ട് ഇത് കാപട്യം ഉണ്ടാവാൻ വേണ്ടിയല്ല, സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാനുള്ള അവസരമായിട്ടാണ്. അപ്പോൾ ആദിമസഭയിൽ ഉണ്ടായിരുന്ന കുമ്പസാരത്തിന്റെ ഒരു പ്രശ്നം അത് പരസ്യമായിട്ടായിരുന്നു. പിന്നീട് കഠിനമായ പ്രായശ്ചിത്തങ്ങൾ ചെയ്യേണ്ടതായിരുന്നു. എന്നാൽ സഭാസമൂഹങ്ങൾ വലുതാകാൻ തുടങ്ങിയപ്പോൾ ഇത് അപ്രായോഗികമായി. നമ്മളൊരാൾ തെറ്റ് ചെയ്തിട്ട് പരസ്യമായിട്ട് പറഞ്ഞാൽ നാട്ടുകാർ മുഴുവൻ അറിയില്ലേ? നാട്ടുകാരറിഞ്ഞാൽ നമ്മൾ പാപത്തെ വിട്ടാലും നാട്ടുകാർ വിടുവോ? നാട്ടുകാരത് ചുമന്നുകൊണ്ടിരിക്കില്ലേ? അത് വ്യക്തിപരമായി നമ്മെ ആക്ഷേപിക്കാൻ ഇടയാകില്ലേ? നമ്മെ കുറച്ച് കാണാൻ കാരണമാകില്ലേ? ഇങ്ങനെ മനുഷ്യരുടെ മുമ്പിൽ മനുഷ്യർ അവമതിക്കപ്പെട്ടുകൂടാ എന്നതുകൊണ്ടാണ് ദൈവം ഈ കുമ്പസാരത്തിന്റെ രീതിയെ മാറ്റുന്നത്. യഥാർത്ഥത്തിൽ ഈ മാറ്റം ഉണ്ടാകുന്നത് അയർലൻഡിലെ സന്യാസ സമൂഹങ്ങൾക്കകത്താണ്. അവിടെ നിന്നാണ് അത് പിന്നീട് സഭയിലാകെ വ്യാപിക്കുന്നത്. വ്യക്തിഗതമായ കുമ്പസാരം. വ്യക്തിഗതമായ കുമ്പസാരം സഭ കാനോൻ നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. അത് ഈ കുമ്പസാരക്കൂടിനകത്ത് വെച്ച് തന്നെ വേണമെന്നാ പറയും. കുമ്പസാരക്കൂട് ഒഴിവാക്കരുതെന്നാണ്. കാരണം അവിടെയും ദൈവത്തിന് മുൻപിലാണ് നാം പാപം ഏറ്റു പറയുന്നത്. അതൊരു മനുഷ്യനോട് പറയുമ്പോൾ പോലും മാനുഷികമായി എന്തെങ്കിലും ഒരു സ്വഭാവ വ്യതിയാനം കേൾക്കുന്നയാൾക്ക് ഉണ്ടാകാൻ പാടില്ല. ഒരു പുരോഹിതൻ പാപം മോചിക്കുമ്പോൾ അത് തൻ്റെ അധികാരമായിട്ടല്ല, സഭയുടെ അധികാരമാണ് പ്രയോഗിക്കുന്നത്. അപ്പൊ സഭയാണ് ഇവിടെ യഥാർത്ഥത്തിൽ പാപമോചനത്തിന്റെ ചാലകമായിട്ട് നിൽക്കുന്നത്. ക്രിസ്തുവിന്റെ അധികാരമാണ് പ്രയോഗിക്കപ്പെടുന്നത്. യേശു ക്രിസ്തുവിൽ സഭ നൽകുന്ന ആശീർവാദമാണ് പാപമോചനമായിട്ട് മാറുന്നത്. ഈ പാപമോചനമാകട്ടെ നമ്മൾ ചെയ്ത ഒരു അകൃത്യത്തെ മായ്ക്കുക എന്ന കേവല പ്രവൃത്തി മാത്രമല്ല നിൽക്കുന്നത്, അത് പ്രസാദപരാവസ്ഥയിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകും. ദൈവത്തിന്റെ ലക്ഷ്യവും ആഗ്രഹവും എന്താണ്? നമ്മൾ പ്രസാദപരാവസ്ഥയിലാകണമെന്നാണ്. അതായത് നമ്മുടെ ശാരീരിക അഭിലാഷങ്ങളെ ദൈവേഷ്ടത്തിന് മാത്രമായിട്ട് വിനിയോഗിക്കാൻ പറ്റണം, നന്മയിലേക്ക് ഉന്മുഖമായിരിക്കാൻ പറ്റണം,
നമ്മൾ അമർത്യത കൈവരിക്കണം. ഇതാണ് ദൈവത്തിന്റെ അഭിലാഷം. അങ്ങനെ പറുദീസയിൽ ആദ്യത്തെ സന്തോഷത്തിലേക്ക് നമ്മെ തിരികെ കൊണ്ടുപോകലാണ് യഥാർത്ഥത്തിൽ കുമ്പസാരത്തിൽ നടക്കുന്നത്. പ്രസാദപരാവസ്ഥയിലേക്ക് പുനരാനയിക്കുക എന്ന പ്രവൃത്തിയാണ് കുമ്പസാരത്തിനുള്ളത്. ഇത് മാമുദിസയ്ക്ക് ശേഷം ഉണ്ടായിരുന്നുവെന്ന് നിരവധിയായ ചരിത്രരേഖകൾ നമുക്ക് കാണാൻ പറ്റും. ഞാൻ ഈ ചരിത്രം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. അപ്പൊ അങ്ങനെ വ്യക്തിഗതമാണ് കുമ്പസാരം. ഇനി വ്യക്തിഗതമാകുന്ന കുമ്പസാരം രഹസ്യാത്മക സ്വഭാവമുള്ളതാണ്. അത് പുരോഹിതനോട് ഏറ്റുപറയുന്ന ഒരു കാര്യമാണ്, രഹസ്യമായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. കുമ്പസാര രഹസ്യം ഒരു കാലത്തും പുരോഹിതൻ വെളിപ്പെടുത്താൻ പാടില്ല. കൗദാശിക മുദ്ര എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കുമ്പസാര രഹസ്യം പുരോഹിതൻ വെളിപ്പെടുത്തില്ല. ഓരോ കുമ്പസാരവും നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ തുറക്കുന്ന നിർവ്യാജമായ മനോഭാവത്തോടെ നമുക്ക് തുറന്നു വയ്ക്കാൻ കഴിയണം. ഇനി അങ്ങനെ കഴിയണമെങ്കിൽ യഥാർത്ഥമായ അനുതാപം നമുക്കുണ്ടാകും. കുമ്പസാരത്തെക്കുറിച്ച് ഏറെ പറയാൻ നമുക്കുണ്ട്. അതിന് ചരിത്രപരമായ പശ്ചാത്തലവും കാര്യമൊക്കെ പറയാൻ കഴിയും. പക്ഷെ നമുക്ക് അനുഭവപരമായ തലത്തിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും അടിയന്തര ആവശ്യമുള്ളത് എങ്ങനെ കുമ്പസാരിക്കണം, കുമ്പസാരം എങ്ങനെയാണ് അനുഭവപരമാക്കാൻ പറ്റുക, എങ്ങനെയാണ് കുമ്പസാരത്തിലൂടെ പാപമോചനം നേടുന്ന ആ ഒരു യാഥാർത്ഥ്യ അനുഭവം നമുക്ക് കൈവരിക എന്ന കാര്യത്തെക്കുറിച്ചൊക്കെയാണ് കൂടുതലായി നമ്മൾ അറിയേണ്ടത് എന്നതുകൊണ്ട് കുമ്പസാരത്തിന്റെ എല്ലാ മേഖലയിലേക്ക് നമുക്ക് പോകാം. കുമ്പസാരം ഉണ്ടാകുന്നത് ആത്മാനുതാപത്തിൽ നിന്നാണ്. അനുതാപം ഉണ്ടാകും. എങ്ങനെയാണ് അനുതാപം ജനിക്കുന്നത്? ആദ്യമേ പാപബോധവും പശ്ചാത്താപവും വേണം. പാപബോധത്തെക്കുറിച്ചുള്ള നമ്മുടെ ഒരു പൊതുവായ ധാരണ ചെയ്തു പോയ പാപങ്ങളെ കുറിച്ചുള്ള ബോധമാണ് പാപബോധം എന്നാണ്. ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് ഓർക്കുക. അതുകൊണ്ട് പാപബോധവും പശ്ചാത്താപവും നൽകണമേ പരിശുദ്ധാത്മാവേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ചെയ്തു പോയ പാപങ്ങളൊക്കെ ക്രമമായിട്ട് ഓർക്കാനുള്ള വഴിയായിട്ടാണ് ഈ പാപബോധം നൽകുന്ന ആത്മാവിന്റെ പ്രവൃത്തി എന്നാണ് നമ്മൾ തെറ്റിദ്ധരിക്കുന്നത്. ക്രമമായി പാപങ്ങൾ ഓർക്കാൻ കഴിയാത്തത് പാപബോധമില്ലാത്തതിനാലല്ല, നമ്മൾ നിഷ്ഠയോടെ ക്രമമായി നമ്മെ തന്നെ വിശകലനം ചെയ്യാത്തതുകൊണ്ട്. ഒരു കൊല്ലം കൂടിയോ 6 മാസം കൂടിയോ 1 മാസം കൂടിയോ കുമ്പസാരക്കൂടിനെ അഭിമുഖീകരിക്കാൻ ഒരുങ്ങുന്ന ഒരാൾ 10-20 മിനിറ്റ് അല്ലെങ്കിൽ 1 മണിക്കൂർ പോയി കുത്തിയിരുന്ന് ഈ ചെയ്തു പോയ പ്രവൃത്തികളെ മുഴുവൻ അരിച്ചെടുക്കാൻ നോക്കിയാൽ ഒന്നും കിട്ടില്ല, ഒന്നും നമുക്ക് മനസ്സിലാകില്ല. ഒരു മലവെള്ളപ്പാച്ചിലിനെ ഒരു തോർത്തുകൊണ്ട് തടഞ്ഞു പിടിക്കാൻ ശ്രമിക്കുന്ന പോലെ നമ്മുടെ ഓർമ്മയും നമ്മുടെ ജീവിതത്തിന്റെ ഘടനയും തമ്മിൽ നമുക്ക് ആലോചിക്കാൻ പറ്റണം. ജീവിതത്തിന് നമ്മൾ സമയനിഷ്ഠയൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, ദിവസങ്ങൾ, ആഴ്ചകൾ, അതിൽ ചില പ്രത്യേകതകളുണ്ട്. 24 മണിക്കൂർ എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ മനസ്സിന് ഏറ്റവും വ്യക്തമായി ഓർക്കാൻ കഴിയുന്ന ഒരു സമയമാണ്. ഇന്ന് എന്ന് പറയുന്ന ദിവസം, അതാണല്ലോ വർത്തമാനകാലം, ഇന്ന് എന്നൊക്കെ പറയും. അങ്ങനെ ഇന്ന് എന്ന് പറയുന്ന ദിവസത്തെ അവഗണിച്ച് അത് കുറെ ദിവസങ്ങൾ നീണ്ടു പോകുമ്പോൾ ഇതൊക്കെ മറവിയിലേക്ക്, ഉപബോധത്തിലേക്ക് പോകും. അകത്തെ അത് ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും, പക്ഷെ അത് നമുക്ക് കണ്ടെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക്. പിന്നെ കല്ലും കരടുമായിട്ട് നിൽക്കുന്നതൊക്കെ കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ പറഞ്ഞൊരു കുമ്പസാരം നടത്തുക എന്ന രീതിയിലേക്ക് നമ്മൾ തരം താഴും. അതുകൊണ്ടാണ് സഭ ആത്മശോധനയെ കുറിച്ച് പറയുന്നത്. അനുദിനം ആത്മശോധന ചെയ്യണം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞതാണ്, സന്യാസ ഭവനങ്ങളിലെ ആളുകൾ ഉച്ചയ്ക്കും വൈകിട്ടും ആത്മശോധന ചെയ്യും. നമ്മൾ വൈകിട്ടെങ്കിലും ആത്മശോധന ചെയ്യേണ്ടതാണ്. ആത്മശോധന കിടക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ടതാണ്. ആത്മശോധനയെ കുറിച്ച് ഇപ്രകാരം ഒരു എപ്പിസോഡ് നേരത്തെ ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ആത്മശോധന ഒരു ഔഷധമായിട്ട്, അത് പ്രസക്തമായ കാര്യം അതിന് വീണ്ടും പറയാണ്, ആത്മശോധന ഒരു ഔഷധമായിട്ട് കൂടി കാണാവുന്ന കാര്യമാണ്. നമ്മുടെ മനസ്സിന്റെ ഭാരം ഒഴിയാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആത്മശോധന വഴി സാധിക്കും. രാവിലെ മുതൽ വൈകിട്ട് വരെ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക, എന്നിട്ട് അതിൽ തെറ്റിപ്പോയതിനൊക്കെ മാപ്പി വയ്ക്കുക, നന്മയ്ക്കൊക്കെ നന്ദി പറയുക, എന്നിട്ട് നമ്മെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക. എൻ്റെ ആത്മാവിനെ അങ്ങയുടെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വേണം ശരിക്കും കിടന്നുറങ്ങാൻ. കാരണം ഓരോ രാത്രിയും ഒരു മരണത്തിന്റെ മുന്നാസ്വാദനമാണ്, ഒരു കടന്നുപോകലിന്റെ അനുഭവമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ രാത്രി കടന്നുറങ്ങുന്നതിന് മുമ്പ് ദൈവകരങ്ങൾ നമ്മെ ഏൽപ്പിക്കണം എന്നതാണ് സഭ പഠിപ്പിക്കുന്ന ഒരു രീതി. ഈ ആത്മശോധന നമ്മൾ ചെയ്യാറില്ല. സന്യാസ ഭവനങ്ങളിൽ വസിക്കുന്നവര് ഒരു പരിമിതമായ ലോകത്ത് ജീവിക്കുന്നവരാണ്. സന്യാസത്തിന്റെ പ്രത്യേകത ആണല്ലോ, ഒരു പരിമിതമായ ചുറ്റുപാട്, ബന്ധങ്ങളിൽ നിന്നകന്ന്, ലോക താല്പര്യങ്ങളിൽ നിന്നകന്ന്,
ഒരു പരിമിതമായ ലോകത്ത് ജീവിക്കുന്ന ആളുകളാണ് സന്യാസിമാർ. അവർ ഉച്ചയ്ക്കും വൈകിട്ടും ആത്മശോധന ചെയ്യും. നമ്മിൽ നിന്ന് വ്യത്യസ്തരായി ലോകാഭിമുഖ്യം കുറഞ്ഞ ആളുകൾ രാവിലെയും വൈകിട്ടും ആത്മശോധന ചെയ്യും. ഒരു നിയന്ത്രണവുമില്ലാതെ ലോകത്ത് ഇടപെടുകയും ലോകം ഓടി നടക്കുകയും പരിമിതികളൊക്കെ ലംഘിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്യുന്ന നമ്മൾ, ബന്ധങ്ങളിലാണെങ്കിലും അധ്വാനത്തിലാണെങ്കിലും പ്രവൃത്തികളിലാണെങ്കിലും വൈവിധ്യമുള്ള ഒരു ലോകത്ത് ജീവിക്കുന്ന നമ്മൾ ആത്മശോധന ചെയ്യുന്നത് വൈകിട്ടാണ്, ഒരു നേരമാണ്. അപ്പൊ തന്നെ അത് പരിമിതമാണ്. ഇനി ആ പരിമിതമായ ആത്മശോധന നമ്മൾ ചെയ്യുന്നുണ്ടോ? നമ്മൾ ചെയ്യുന്നില്ല. നമ്മുടെ പ്രവൃത്തിയുടെ ബാഹുല്യം അനുസരിച്ച് നോക്കിയാൽ മണിക്കൂറിൽ പോലും ആത്മശോധന വേണ്ടി വരും. അത്രത്തോളം ബഹുലമായ ലോകത്താണ്, വൈവിധ്യമുള്ള ഒരു ലോകത്താണ്, വൈവിധ്യമായ ജീവിതത്തിലാണ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. വ്യക്തിബന്ധങ്ങളായാലും പ്രവർത്തന മേഖലയായാലും വളരെ സംഭവബഹുലമായ ലോകത്ത് വിപുലമായ ഒരു അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവരാണ് നാം. അപ്പോൾ വൈകിട്ട് കിടക്കുന്നതിന് മുമ്പ് ആത്മശോധന ചെയ്യുക എന്നത് പ്രധാനപ്പെട്ടൊരു കാര്യം. നേരത്തെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയും മദർ തെരേസയും ഡൊമിനിക് സാബിയും ഒക്കെ അടിക്കടി കുമ്പസാരിച്ചിരുന്നവരാണ്. അതിന് കാരണം അവർ ആത്മശോധന ചെയ്തിരുന്നു. ആത്മശോധന ചെയ്താൽ നമുക്ക് പാപത്തെ കണ്ടെടുക്കാൻ പറ്റും, പാപത്തെ മനസ്സിലാകും, തിരിച്ചറിയാൻ പറ്റും. പാപത്തെ തിരിച്ചറിഞ്ഞാലുള്ള പ്രത്യേകത എന്താണെന്നറിയാമോ? പാപത്തെ തിരിച്ചറിഞ്ഞാൽ ഇത് തെറ്റാണ് എന്ന കാര്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ പ്രവൃത്തിയെ കുറച്ചുകൊണ്ടിരാൻ പറ്റും. നമ്മളറിയാതെ തന്നെ ഒരു സെൻസർഷിപ്പ് നടക്കും. അപ്പൊ കോപിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുന്ന ഒരാൾക്ക് കോപം കുറയും. കോപിക്കുന്നുണ്ട് എന്ന് ബോധ്യം വരുന്നില്ല. കോപിച്ചതിന് ശേഷം ഒരുപക്ഷെ കോപിച്ചു പോയി എന്ന് നമ്മൾ പറഞ്ഞേക്കാം, പക്ഷെ കോപിക്കുന്നുണ്ട് എന്ന് അനുഭവിക്കാൻ കഴിയുന്നില്ല. നമ്മൾ തിരിച്ചറിയുന്നത് വളരെ വൈകിയാണ്. അപ്പൊ കോപിക്കുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കുറവ് പറ്റുന്നുണ്ട് എന്ന കാര്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് പിന്നീട് ആ വഴി പോകേണ്ടി വരില്ല. കാരണം മനസ്സിനൊരു കാര്യമുണ്ട്, മനസ്സൊരു കള്ള സ്വഭാവമുള്ള ആളാണ്. മനസ്സിന്റെ പ്രവൃത്തി പിടിക്കപ്പെട്ടാൽ പിന്നെ അനുസരണമുള്ള ആളായിരിക്കും. പിടിക്കപ്പെട്ടാൽ നമ്മുടെ മനസ്സിൽ കീഴടക്കിയാൽ നമുക്ക് നമ്മെ കീഴടക്കാന്നൊക്കെ ലോകം പറയുന്നത്. അത് മനഃശാസ്ത്രപരമായ കാര്യമാണ്, ആത്മീയമായ കാര്യമാണ്. അപ്പൊ മനസ്സിനകത്ത് നമുക്ക് ഇതിനെ കണ്ടെടുക്കാൻ പറ്റും. ഇപ്പൊ രാവിലെ മുതൽ വൈകിട്ട് വരെയുള്ള പ്രവൃത്തികളെ നമ്മൾ അങ്ങനെ കണ്ടെടുക്കുന്നു. അപ്പൊ കോപിക്കുന്ന ഒരു കാര്യമാണ് അന്ന് ഏറ്റവും മുഴച്ചു നിൽക്കുന്നിരിക്കട്ടെ. പിറ്റേ ദിവസം ആത്മശോധന ചെയ്യുന്നു, അപ്പോഴും കോപം തന്നെ മുമ്പിൽ നിൽക്കും. പിറ്റേ ദിവസവും ആത്മശോധന ചെയ്യുന്നു, അവിടെയും കോപമാണ് മുമ്പിട്ട് നിൽക്കുന്നതിൽ കോപം ഒരു തഴക്കമായിട്ടുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ കോപിക്കുന്നത് എന്തുകൊണ്ട് എന്ന് ഹൃദയപൂർവ്വം നമ്മൾ അന്വേഷിക്കുമ്പോൾ ആ അന്വേഷണം ചെന്ന് നിൽക്കുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിലെ അകൽച്ചയെക്കുറിച്ചുള്ള ഒരു വെളിപ്പെടലായിരിക്കും. അപ്പൊ സ്നേഹത്തിൽ നിന്ന് അകലുന്നത് നമുക്ക് മനസ്സിലാകാൻ പറ്റും. കോപം എവിടെ നിന്നുണ്ടാകുന്നതാണ്? ആ സ്നേഹവിരുദ്ധമായ ഒരു കാര്യത്തിൽ നിന്നുണ്ടാകുന്നതാണ്. എവിടെയാണ് സ്നേഹം വരേണ്ടത്? അത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ്. യഥാർത്ഥ സ്നേഹം അനുഭവിക്കുന്ന ക്രിസ്തുവിൽ നിന്നാണ്. ആ ക്രിസ്തുവിനുള്ള സ്നേഹമാണ് മറ്റുള്ളവരിലേക്ക് പ്രകാശിപ്പിക്കാൻ കഴിയുക. അപ്പോൾ കോപം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് സ്നേഹവിരുദ്ധത എന്നാകും. ഇത് കണ്ടെടുക്കാനായിട്ട് നമുക്ക് ആത്മശോധന വഴി സാധിക്കും. ചെയ്യുന്ന ചെറുതും വലുതുമായ പ്രവൃത്തികളുടെ പുറകിൽ പ്രവർത്തിക്കുന്ന യഥാർത്ഥ പാപാവസ്ഥയെ കണ്ടെടുക്കാനായിട്ട് നമുക്ക് കഴിയും. ഇനി പാപം മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പാപബോധം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ദൈവവുമായി എത്ര അകലത്തിലാണ്. ദൈവവുമായുള്ള അകലം തിരിച്ചറിയാൻ പറ്റണം. അപ്പൊ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ക്രിസ്തുവുമായുള്ള സ്നേഹത്തിൽ നിന്ന് അകന്നിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. ക്രിസ്തുവിനോടുള്ള ബന്ധത്തിലുള്ള ഈ അകലം തിരിച്ചറിയുക എന്നത് പരമപ്രധാനമാണ്. ഈ ലോകത്തിന്റെ പ്രവർത്തനങ്ങൾക്കകത്ത് ഏർപ്പെടുമ്പോൾ, ലോകത്ത് ജീവിതത്തിൽ ഇടപെടുന്ന സമയത്ത് നമ്മിലുണ്ടാകുന്ന കുറവുകളുടെ മൂല കാരണം ദൈവവുമായുള്ള ബന്ധത്തിലെ അകലമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അത് കേവലം ഒരു മനുഷ്യനുള്ള പ്രവൃത്തിയുടെ കാര്യം മാത്രമല്ല. നമ്മളോട് മറ്റുള്ളവർ തെറ്റ് ചെയ്യുന്നു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്നു എന്ന് പറയുമ്പോൾ ഒരു കേവല നീതീകരണം സംഭവിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മളോട് മറ്റുള്ളവർ എങ്ങനെ പെരുമാറിയാലും നമ്മൾ എങ്ങനെ പെരുമാറണമെന്ന് ക്രിസ്തുവിൽ നാം പഠിച്ചിട്ടുണ്ട്. യേശുവുമായുള്ള ബന്ധത്തിൽ നിലനിൽക്കുമെങ്കിൽ നമുക്ക് നമ്മളായി പ്രവർത്തിക്കാൻ കഴിയും, ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ കഴിയും. മറ്റുള്ളവർ നമ്മളോട് എന്ത് ചെയ്യുന്നു എന്നുള്ളത് നമ്മുടെ പ്രവൃത്തികൾക്കൊരു കാരണമല്ല. നമ്മുടെ പ്രവൃത്തികൾക്കുള്ള യഥാർത്ഥ കാരണം ക്രിസ്തു നമ്മോട് എന്ത് ചെയ്തുവെന്നും ക്രിസ്തുവിനോട് നമ്മൾ എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് അനുസരിച്ചിരിക്കുന്നു. അവിടെയാണ് ദൈവത്തോടുള്ള ഏറ്റുപറച്ചിൽ പ്രധാനപ്പെട്ടതായി മാറുന്നത്. ദൈവത്തോട് അങ്ങനെ ഏറ്റു പറയണമെങ്കിൽ, നമുക്ക് ആത്മാനുതാപം ഉണ്ടാകണമെങ്കിൽ പാപബോധം ഉണ്ടാകണം, ഡിസ്റ്റൻസ് അറിയാൻ പറ്റണം, ക്രിസ്തുവുമായുള്ള അകലം അറിയാൻ പറ്റണം.
എന്നെ സ്നേഹിക്കുന്നവനോട് എനിക്കുള്ള ഈ അകലം അറിയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ജനിക്കുന്ന വേദനയാണ്, നൊമ്പരമാണ് ആത്മാനുതാപം. അങ്ങനെ മാത്രമേ അനുതാപം ഉണ്ടാകൂ. ഈ അനുതാപമാണ് നമ്മെ കുമ്പസാരക്കൂട്ടിലേക്ക് നയിക്കേണ്ടത്. അതുകൊണ്ട് ആത്മശോധന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ക്രമമായി പാപം ഓർക്കണമെങ്കിലോ, ക്രമമായി പാപം ഓർക്കണമെങ്കിൽ ആത്മശോധന നിരന്തരമായി നടക്കണം. 6 മാസം കൂടുമ്പോഴോ, 1 കൊല്ലം കൂടുമ്പോഴോ, 1 മാസം കൂടുമ്പോഴോ ദൈവസന്നിധി കുറച്ചു നേരം ഇരുന്ന് പ്രാർത്ഥിച്ച് എവിടെന്നെങ്കിലുമൊക്കെ തപ്പിയെടുക്കുന്ന 5-6 കല്ലുകൾ കൊണ്ടാണ് നമ്മൾ ഈ പ്രവൃത്തിക്ക് പോകേണ്ടതെന്നല്ല കരുതേണ്ടത്. നമ്മളെ പരിശോധിക്കേണ്ട ചുമതല നമുക്കുണ്ട്. നമ്മൾ നമ്മെ പരിശോധിച്ചില്ലെങ്കിൽ, നമ്മൾ നമ്മെ തന്നെ വിധിക്കുന്നില്ലെങ്കിൽ, നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നാം വീണുപോകും. അതുകൊണ്ട് ആത്മശോധനയാണ് കുമ്പസാരത്തിലേക്ക് നമ്മെ നയിക്കേണ്ടത്. ഇനി ഒരു പുരോഹിതനോട് പാപമേറ്റ് പറയുന്നതിന്റെ കാര്യം എന്താ? പുരോഹിതൻ ഒരു വ്യക്തിയാണ്. പുരോഹിതൻ അതേസമയം തന്നെ സഭയുടെ അധികാരിയാണ്. പുരോഹിതൻ ദൈവത്തിന്റെ പ്രതിപുരുഷനാണ്. പുരോഹിതൻ ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഉൾക്കൊള്ളുന്ന ഒരാളാണ്. ഇങ്ങനെ പുരോഹിതനെ കാണാൻ കാര്യം എന്താണ്? പൗരോഹിത്യം ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിലുള്ള ഭാഗഭാഗിത്വമാണ്. ക്രിസ്തുവിലാണ് പൗരോഹിത്യം. അപ്പോൾ പുരോഹിതൻ ഒരു മനുഷ്യനാണെന്ന നിലയ്ക്ക്, ഈ പ്രപഞ്ചത്തിലെ ഒരാളാണെന്ന നിലയ്ക്ക് സാഹോദര്യമുണ്ട്. അതേസമയം തന്നെ പുരോഹിതൻ ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിൽ പങ്കാളിയാണ് എന്നുള്ളത് കൊണ്ട് ക്രിസ്തുവുള്ള പൗരോഹിത്യമുണ്ട്. യേശുവിനെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട്. സഭയുടെ കൂട്ടായ്മയാണ് പൗരോഹിത്യം നൽകുന്നതെന്നുകൊണ്ട് സഭയുടെ ഒരു അധികാരി എന്ന നിലയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ ദൈവത്തിന്റെയും മനുഷ്യന്റെയും സഭയുടെയും പ്രതിനിധിയായിട്ടാണ് പുരോഹിതനെ കാണുന്നത്. അതുകൊണ്ടാണ് പുരോഹിതനോട് പാപം ഏറ്റു പറയുന്നത്. അവിടെ പുരോഹിതനോട് പാപം ഏറ്റു പറയുമ്പോൾ ദൈവത്തോട് തന്നെയാണ് പറയുന്നത്, സഭയോടാണ് പറയുന്നത്, ഒരു സഹോദരനോടാണ് പറയുന്നത്, അപരനോട് പറയുന്നു, സൃഷ്ടിയോട് പറയുന്നു. ഇങ്ങനെ സമഗ്രമായ ഒരു ഏറ്റുപറച്ചിൽ നടക്കുന്നത് കുമ്പസാരം എന്ന കൂദാശയിലാണ്. അതുകൊണ്ടാണ് പുരോഹിതനോട് പാപം ഏറ്റു പറയണം. അത് വ്യക്തിപരമായി ദൈവത്തോട് പറഞ്ഞാൽ പോരാ എന്ന് പറയുന്നു. നമ്മൾ ഒരാളെ അടിച്ചിട്ട് ദൈവത്തോട് ദൈവമേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞാൽ ദൈവം ക്ഷമിക്കുന്നു. ദൈവം ക്ഷമിക്കുന്നത് നമുക്ക് അനുഭവമാകണമെങ്കിൽ അടികൊണ്ടവൻ ക്ഷമിക്കണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ തെറ്റ് ചെയ്തവനോട് പറഞ്ഞാൽ പോരെ? ഞാൻ ഒരാൾ തെറ്റ് ചെയ്തു അയാളോട് പറഞ്ഞാൽ പോരെ? അപ്പൊ ക്ഷമിക്കപ്പെടുമല്ലോ? അങ്ങനെയില്ല. കാരണം നമ്മൾ ഒരാളോട് തെറ്റ് ചെയ്താൽ, അല്ലെങ്കിൽ നമ്മളോട് ഒരാൾ തെറ്റ് ചെയ്താൽ നമ്മൾ എങ്ങനെയാണ് ക്ഷമിക്കുക? പൂർണ്ണമായി ക്ഷമിക്കുമോ? ഒരാൾ നമുക്കൊരു അടി തന്നു, കവളത്തൊട്ട് അടി തന്നു, പല്ലിളകിപ്പോയി, നല്ല വേദന ഉണ്ടായിരുന്നു. പിന്നെ അയാളൊന്ന് ക്ഷമ ചോദിച്ചു, നമ്മൾ ക്ഷമിച്ചു, പല്ലുവേദനയൊക്കെ മാറി. പിന്നെ നീർവീഴ്ച ഉണ്ടാകുമ്പോൾ പല്ലുവേദന വരും. പല്ലുവേദന വരുമ്പോഴൊക്കെ നമ്മൾ ആരും ഓർക്കും, അടിച്ചവനും ഓർക്കും. അപ്പോഴൊക്കെ നമുക്ക് അയാളുടെ ദേഷ്യം തോന്നും. അല്ലെങ്കിൽ രണ്ടാമതൊരു വട്ടം അയാളെ ആക്രമിച്ചാലോ, നമ്മൾ അധിക്ഷേപിച്ചാലോ, ഞാൻ മറന്നിട്ടില്ല ഒന്നും എന്ന് നമ്മൾ പറയും. നമ്മൾ അങ്ങനെയാണല്ലോ ഒരു വഴക്കുണ്ടാകുമ്പോൾ പറയുന്നത്, ഞാൻ മറന്നിട്ടില്ല, പലതും എൻ്റെ ഓർമ്മയിലുണ്ട്. അതായത് സമ്പൂർണമായ ക്ഷമ കൊടുക്കാൻ നമുക്ക് പലപ്പോഴും കഴിയില്ല. ഇങ്ങനെ മനുഷ്യന്റെ പരിമിതി എന്നുള്ളൊരു മോചനമാണ് ഈ പുരോഹിതൻ. പുരോഹിതനോട് നിങ്ങൾ എന്ത് പാപം പറഞ്ഞാലും പുരോഹിതൻ അത് ക്ഷമിക്കും. ക്രിസ്തുവിന്റെ സാഹോദര്യത്തിൽ ക്ഷമിക്കും. അതുകൊണ്ട് ഒരാൾ ചെന്നിട്ട് ചെയ്തു പോയൊരു മാരകമായ തെറ്റേറ്റ് പറയുമ്പോൾ പുരോഹിതൻ നമ്മോട് പറയുന്നത്, സാരമില്ല, വിഷമിക്കേണ്ട. അങ്ങനെ വിഷമിക്കേണ്ട എന്ന് ഒരു മനുഷ്യന് വേണ്ടി പറയാൻ, സഭയ്ക്ക് വേണ്ടി പറയാൻ, ക്രിസ്തുവിന് വേണ്ടി പറയാൻ പുരോഹിതന് കഴിയും. അതുകൊണ്ട് വ്യക്തിഗതമായി ദൈവത്തോട് പാപം ഏറ്റു പറയുക എന്നത് സാധ്യമായൊരു കാര്യമല്ല. പറയേണ്ടത് അനുഭവതലത്തിൽ വസ്തുനിഷ്ഠമായ ലോകത്തോട് തന്നെ പറയണം. ഈ വസ്തുനിഷ്ഠ ലോകവും ആത്മനിഷ്ഠ ലോകവും ഒന്നിച്ചു ചേരുന്ന ഒരാളാണ് പുരോഹിതൻ. ക്രിസ്തുവിന്റെ പൗരോഹിത്യവും സഭയുടെ അധികാരവും മനുഷ്യത്വവും ഒന്നു ചേർന്നാണ് പുരോഹിതൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത്. അതുകൊണ്ട് പുരോഹിതനോട് പാപം ഏറ്റു പറയാൻ നമുക്ക് കഴിയണം. ഇനി എങ്ങനെയാണ് ഈ പാപബോധം ഉണ്ടാകുക? അതിനൊരു പ്രധാന കാര്യം നമ്മുടെ മനസാക്ഷിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ മനസാക്ഷിയാണ് അവബോധപരമായ ഒരു വഴി നമുക്ക് തുറന്നു തരിക. മനസാക്ഷിയുടെ ബോധ്യങ്ങളനുസരിച്ചാണ് നമ്മൾ പ്രവർത്തിക്കുക. ഈ കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞപ്പോൾ, അതായത് തെറ്റ് ചെയ്തവരോട് ക്ഷമിക്കണം എന്നൊരു കാര്യം പറഞ്ഞപ്പോൾ ഒരു സഹോദരൻ പറഞ്ഞത്, വലത് കർണത്തടിച്ചാൽ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് അങ്ങനെ അടിക്കാൻ കഴിയില്ല. വലത് ഭാഗത്ത് നിൽക്കുന്ന ഒരാൾ വലത് കൈ കൊണ്ട് അടിച്ചാൽ ഇടത് കർണത്തെ അടിക്കാൻ കഴിയും.
അവരെൻ്റെ ഇടത് കരണത്തെ അടിക്കാൻ കഴിയും. അപ്പോൾ അതിനെക്കുറിച്ചല്ല ക്രിസ്തു പറഞ്ഞത്, അടിച്ചാൽ തിരിച്ചടിക്കേണ്ടത് തന്നെയാണ് കാര്യം എന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പൊ അദ്ദേഹം അവബോധപരമായിട്ടല്ല അത് കാണുന്നത്, ലിറ്ററലി ആണ് കാണുന്നത്. മത്തായി സുവിശേഷത്തിൽ പറയുന്നത് ഒരു ചെകിടത്ത് അടിച്ചാൽ മറു ചെകിട് കാണിച്ചു കൊടുക്കുക എന്നാണ്. സുവിശേഷങ്ങളിൽ വ്യത്യസ്ത രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് ഒരു ടെക്സ്റ്റായിട്ട് കാണേണ്ട കാര്യമല്ല, കോൺടെക്സ്റ്റ് ആയിട്ട് കാണേണ്ട കാര്യമാണ്. ദ്രോഹിക്കുന്ന ഒരാളിൽ നിന്ന് നീ ഓടി അകലരുതെന്നും ദ്രോഹങ്ങൾ ക്ഷമിക്കണമെന്നും പറയാൻ വേണ്ടിയാണ് ഈ വചനം. അപ്പൊ ഈ ദ്രോഹങ്ങൾ ക്ഷമിക്കണമെന്ന് പറഞ്ഞ കാര്യം സ്വീകരിക്കാതെ ബോധ്യതലത്തിൽ മനസാക്ഷിയിൽ എഴുതി വെച്ചിട്ടുള്ളത് ഈ പറഞ്ഞ വലതു കൈ കൊണ്ടടിച്ചാൽ ഇടത് കരണത്തെ അടിക്കാൻ പറ്റൂ. അതുകൊണ്ട് നിന്റെ വലതു കരണത്തെ അടിക്കുന്നവന് മറുകരണം കാണിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ പ്രായോഗികമല്ല. അപ്പോ കർത്താവ് അടിക്കുന്നതിനെതിരല്ല അല്ലെങ്കിൽ തടുക്കുന്നതിനെതിരല്ല എന്ന തലത്തിലേക്കാണ് വ്യാഖ്യാനം. ഇത് സ്വാഭാവികമായും മനസാക്ഷിക്കകത്തുള്ള പ്രശ്നമാണ്. മനസാക്ഷിയിൽ ബോധ്യതലത്തിൽ, അതുകൊണ്ട് വചനം സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ മനസാക്ഷിയായിട്ട് മാറണം. ദൈവവചനത്തെ മനസാക്ഷിയായി സ്വീകരിക്കുമ്പോൾ മാത്രമേ ദൈവിക പ്രേരണകളെ നമുക്ക് സ്വീകരിക്കാനും ആ പ്രേരണകൾക്ക് അനുചിതമായി പ്രവർത്തിക്കാനും കഴിയും. അതുകൊണ്ട് കുമ്പസാരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ്, പാപബോധത്തെക്കുറിച്ച് ആലോചിക്കുന്നതിന് മുമ്പ്, ആത്മശോധന ചെയ്യുന്നതിന് മുമ്പ് അടിയന്തരമായി ചെയ്യേണ്ട ഒരു കാര്യം മനസാക്ഷിയെ വിശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കണം. ഇത്തവണയെങ്കിലും കുമ്പസാരിക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പ്രാർത്ഥനാ രീതിയിലേക്ക് തിരിയാൻ നമുക്ക് പറ്റണം. അവബോധപരമായി മാത്രമേ, ബോധ്യതലത്തിലുള്ള അഴിച്ചുപണികൾ കൊണ്ട് മാത്രമേ നമുക്ക് ആത്മനിഷ്ഠഭാവത്തെ ക്രമീകരിക്കാൻ കഴിയൂ. ആത്മനിഷ്ഠമായ ഈ അനുഭവതലം ഉയർന്നാൽ മാത്രമേ ഭൗതിക ലോകത്ത് ക്രിസ്തുവിനെ പ്രക്രിയാരൂപമായി അവതരിപ്പിക്കാൻ നമുക്ക് കഴിയൂ. നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കൂദാശകളിൽ പങ്കെടുക്കുന്നുണ്ട്, ആചാരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ബാഹ്യമായി നടത്തിക്കൊണ്ടുപോകാൻ ഈ മനസാക്ഷിയുടെ വിശുദ്ധീകരണം ഇല്ലാതെ കഴിയും. പക്ഷേ അനുഭവതലം ശുഷ്കമായിരിക്കും. അതുകൊണ്ട് മനസാക്ഷിക്കകത്ത് ദൈവവചനം ആലേഖനം ചെയ്യപ്പെടാൻ, അല്ലെങ്കിൽ മനസാക്ഷിയുടെ സ്വരം ദൈവവചനമായി മാറാൻ തടസ്സമായി മനസാക്ഷിയിലേക്ക് കടന്നുകൂടിയിട്ടുള്ളവയെ കഴുകി മാറ്റണം. യേശുക്രിസ്തുവിന് സംഭവിച്ച കാര്യമാണത്. ഫെബ്രുവരി ലേഖനം മനസാക്ഷിയിലുള്ള ഈ വിശദീകരണത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഫെബ്രുവരി 9, 13, 14 തിരുവചനങ്ങളിൽ. അവിടെ 13-ാം തിരുവചനം പറയും, പഴയ കാലത്ത് കോലാടുകളുടെയും ചെമ്മരിയാടുകളുടെയൊക്കെ രക്തം നമ്മെ വിശുദ്ധീകരിക്കുന്നു നമ്മൾ വിശ്വസിച്ചിരുന്നു. എങ്കിൽ നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം ജീവിക്കുന്ന ദൈവത്തെ ശുശ്രൂഷിക്കാൻ നമ്മുടെ അന്ധകരണങ്ങൾ അതിന്റെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് എത്രയധികമായി വിശുദ്ധീകരിക്കുകയില്ല. ഇങ്ങനൊരു വിശുദ്ധീകരണം നമുക്ക് നൽകുന്നുണ്ട് യേശുവിന്റെ രക്തത്തിലൂടെ. ആ രക്തത്തിലുള്ള വിശുദ്ധീകരണം നമ്മുടെ മനസാക്ഷിയെ നവീകരിക്കും. ക്രിസ്തുവിനെ വെച്ച് നോക്കുമ്പോൾ മാത്രമേ, മനസാക്ഷിയായിട്ട് ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ പരിവർത്തിതരാകാൻ കഴിയൂ, സ്നേഹത്തിന്റെ യഥാർത്ഥ അനുഭവത്തിലേക്ക് വരാൻ കഴിയൂ, പാപബോധമുള്ളവരായി ജീവിക്കാൻ കഴിയൂ. പാപബോധം എന്ന് വെച്ചാൽ ഈ അകലം തിരിച്ചറിയുന്നവരായി മാറാൻ. നമ്മുടെ ബോധ്യതലത്തിനകത്ത് നിലനിൽക്കുന്നത് ദൈവവചനത്തിന് പകരം ലോകമാണെങ്കിലോ, ക്രിസ്തു മനോഭാവത്തിന് പകരം ലോകമാണെങ്കിലോ, അപ്പോഴാണ് അടിച്ചാൽ തിരിച്ചടിക്കാൻ പറയും, തടുക്കാൻ പറയും. മിസ്റ്റർ ഫ്രാൻസിസും ലിയോയും കൂടി ഒരു ആശ്രമത്തിൽ പോകുന്നൊരു കഥ കസൻസാക്കിസിന്റെ സെയിന്റ് ഫ്രാൻസിസ് എന്ന നോവലിലുണ്ട്. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടി ആശ്രമത്തിൽ കിടക്കാനായിട്ട് ചെല്ലുകയാണ്. അപ്പൊ ആ ആശ്രമത്തിൽ കള്ളം കയറുന്നൊരു സമയമാണ്. അതുകൊണ്ട് ആശ്രമവാതിക്കൽ ഒരു സന്യാസി ഒരു മുട്ടം വടിയൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. അപ്പൊ അവിടെ ചെല്ലുമ്പോ ആശ്രമത്തിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുമ്പോൾ സന്യാസി ഇവരെ അടിക്കും. കള്ളന്മാരാണെന്ന് വിചാരിച്ച് അടിക്കുകയാണ്. ലിയോ അടിക്കുമ്പോൾ ലിയോ കരയുന്നുണ്ട്. അപ്പൊ ലിയോ കരയുമ്പോ ഫ്രാൻസിസ് പറയുന്നുണ്ട്, ലിയോ കരയരുത്, ദൈവരാജ്യം വരുന്നു, ദൈവരാജ്യം വരുന്നു. ലിയോയ്ക്ക് അത് അപകടകരമായിട്ടാണ് തോന്നുന്നത്. ഓരോ അടി കൊള്ളുമ്പോഴും ദൈവരാജ്യ അനുഭവമായിട്ടാണ് മിസ്റ്റർ ഫ്രാൻസിസിന് തോന്നുന്നത്. കാരണം എന്താ? അടി കൊള്ളുമ്പോ ക്രിസ്തുവിനോടൊപ്പം ആകുമെന്ന മനസാക്ഷിയിലെ ബോധ്യം ഫ്രാൻസിസിനുണ്ട്. തെറ്റു ചെയ്യാതെ അടിക്കപ്പെടുമ്പോ ക്രിസ്തുവിനോട് സമനായി മാറും, ക്രിസ്തുവിലായിത്തീരുമെന്ന ബോധ്യം ഫ്രാൻസിസിനുണ്ട്. ലിയോയുടെ മനസാക്ഷിയിൽ അങ്ങനെയല്ല. മനസാക്ഷി ക്രിസ്തുവിൽ പ്രകാശിക്കുമ്പോൾ മാത്രമേ നമുക്ക് ലോകത്തിന്റെ മാലുകളിൽ നിന്ന് മോചനം നേടാൻ പറ്റൂ, ലോകത്തിന്റെ ഭരണത്തിൽ നിന്ന് മോചനം നേടാൻ പറ്റൂ. ഈ ലോകം പറയുന്നത് സമ്പത്ത് കേന്ദ്രീകൃതമാണ്, പണമില്ലെങ്കിൽ ഒന്നും നടക്കൂലെന്നാണ്. ക്രിസ്തുവിലാണ് നമുക്ക് ആത്മാവിലെ ദാരിദ്ര്യത്തെ കുറിച്ചുള്ള അറിവുള്ളത്. യേശു ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോഴാണ് ജീവിതത്തിലുള്ള കഷ്ടപ്പാടുകൾ സ്വീകരിക്കാൻ നമുക്ക് പറ്റുക. ലോകത്തിന്റെ അറിവ് വെച്ചാണെങ്കിൽ ഈ കഷ്ടപ്പാടുകൾ സ്വീകരിക്കാൻ നമുക്ക് സാധ്യമല്ല. മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കുമ്പോൾ ക്ഷമിക്കാൻ കഴിയണമെങ്കിൽ
ക്ഷമിച്ച ഒരു മുഖം നമ്മുടെ അകത്തുണ്ടാകണം. ഒറ്റുമ്പോൾ തള്ളിക്കളയാത്ത, അടികൊള്ളുമ്പോൾ എതിർക്കാത്ത, കുരിശിൽ തറച്ചവരോട് ക്ഷമിക്കുന്ന, ചങ്കിൽ കുത്തുന്നവന്റെ കണ്ണിലേക്ക് രക്തവും ജലവും ഒഴിക്കി അവനെ സുഖപ്പെടുത്തുന്ന ഒരുവൻ ഹൃദയത്തെ ഭരിക്കുമ്പോൾ മാത്രമേ, മനസാക്ഷിയുടെ ബോധ്യമായിരിക്കുമ്പോൾ മാത്രമേ പരസ്നേഹത്തിൽ ഉറയ്ക്കാൻ പറ്റൂ, ദ്രോഹത്തെ ക്ഷമിക്കാൻ പറ്റൂ. അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെ ദ്രോഹിക്കുമ്പോൾ നമുക്ക് ക്ഷമിക്കാൻ കഴിയില്ല. അപ്പൊ മനസാക്ഷിയെ നവീകരിക്കുക എന്നത് പരമപ്രധാന കാര്യമാണ്. അപ്പോഴാണ് കാരുണ്യം ഉണ്ടാകുക. അവരുടെ കഷ്ടതയും സഹനമൊക്കെ എന്റെ ഹൃദയത്തെ ദ്രവിപ്പിക്കുന്നതായി എങ്ങനെയാ മാറുക? അത് എന്നെ ഞാൻ ഒഴിഞ്ഞു ചിന്തിക്കുമ്പോഴാണ്, ഞാൻ എന്നതിൽ നിന്ന് വിട്ടു നിൽക്കുമ്പോഴാണ്. ആ വിട്ടു നിൽക്കാൻ നമ്മെ ശക്തിപ്പെടുത്തുന്ന മനസാക്ഷിയാണ്. അപ്പൊ മനസാക്ഷിയിൽ അബദ്ധബോധ്യങ്ങൾ കടന്നുകൂടിയാൽ നിശ്ചയമായിട്ടും നമ്മുടെ മനസാക്ഷി കളങ്കിതമാകും. കളങ്കിതമായ മനസാക്ഷി പാപബോധമില്ലാത്തവരാക്കി നമ്മളെ മാറ്റും. അതുകൊണ്ട് മനസാക്ഷിയെ നിർമ്മലമാക്കണമേ എന്നൊരു പ്രാർത്ഥന നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം. മനസാക്ഷി യേശുക്രിസ്തുവിൽ നിർമ്മലമായിട്ടുണ്ട്. നിത്യാത്മാവ് മൂലം കളങ്കമില്ലാതെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച യേശുക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മനസാക്ഷിയെ, അന്ധകരണത്തെ, അതിന്റെ നിർജീവ പ്രവൃത്തികളിൽ നിന്ന് കഴുകി വിശുദ്ധീകരിച്ചിട്ടുണ്ട് എന്ന പരമാർത്ഥം തിരിച്ചറിയാൻ വേണ്ടിയാണ് ആ വചനം ഉപയോഗിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അല്ലാതെ ഇപ്പൊ നടക്കുന്നൊരു കഴുകലിന് വേണ്ടിയല്ല. മാമോദീസയിൽ ഈ കഴുകൽ നമുക്ക് അനുഭവമായിട്ടുണ്ട്, ഈ അറിവിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്നും ഞാൻ ക്രിസ്തുവിൽ ജീവിക്കുന്നുവെന്നുമുള്ള ബോധ്യത്തിൽ എത്തിച്ചേരുമ്പോഴാണ് അകത്തുള്ള ഈ അകലം മനസ്സിലാകുക. ക്രിസ്തുവിൽ നിന്ന് അന്തരമുണ്ട്. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തു ക്ഷമിച്ചതുപോലെ ക്ഷമിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തു സഹിച്ചതുപോലെ സഹിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തു ത്യജിച്ചതുപോലെ ത്യജിക്കാൻ കഴിയുന്നില്ല. അപ്പോ ക്രിസ്തു സമർപ്പിച്ചതുപോലെ സമർപ്പിക്കാൻ കഴിയുന്നില്ല. ക്രിസ്തുവും ഞാനും തമ്മിൽ അന്തരമുണ്ട്. ഈ അന്തരത്തെക്കുറിച്ചുള്ള ബോധ്യം, പാപബോധം നമുക്ക് ജനിക്കണമെങ്കിൽ മനസാക്ഷി നിർമ്മലമാകണം. അങ്ങനെ മാമോദീസയിൽ കഴുകപ്പെട്ട, ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകപ്പെട്ട നമ്മുടെ മനസാക്ഷിയെ ആ നിർമ്മലാവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ പരിശുദ്ധാത്മാവിൽ ഇപ്പോഴും നമ്മുടെ പ്രാർത്ഥനയിലൂടെ സാധ്യമാകും. മനസ്സിന്റെ പ്രവൃത്തിയോട്ട് മനസാക്ഷിയിലേക്ക് കടന്ന് ബോധ്യങ്ങളെ കഴുകാൻ പറ്റും. ഒരു അശുദ്ധ ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ നിശ്ചയമായിട്ടും നമുക്ക് മറ്റു വെളിച്ചങ്ങളെ സ്വീകരിക്കാൻ കഴിയില്ല. വാതിലൊക്കെ അടച്ചിരിക്കുന്നവരെ പോലെ ഇരിക്കും. അതുകൊണ്ട് തർക്കവിതർക്കങ്ങളിലൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണാവുന്ന ഒരു കാര്യം, സഭാതർക്കത്തിലാണെങ്കിലും ഏത് തർക്കങ്ങളിലാണെങ്കിലും നമുക്കൊരു കാര്യം കാണാൻ പറ്റും. അവരൻ ക്രിസ്തു എന്ന പരമാർത്ഥം വിട്ടുപോയി. പറയുന്നൊക്കെ ന്യായമായിരിക്കും, പറയുന്നവർക്കൊക്കെ പറയുന്നവരുടെ ന്യായം ഉണ്ടാവും. പക്ഷെ നീതി നിഷേധിക്കപ്പെടും. നീതി എന്താണ്? ഈ അവരൻ ക്രിസ്തു എന്നുള്ളതാണ്. അത് നഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് പാപബോധം ഉണ്ടാകാൻ ആദ്യം മനസാക്ഷിയെ നവീകരിച്ച് പ്രാർത്ഥിക്കണം. രണ്ടാമത്, അനുദിനമുള്ള ആത്മശോധനയിൽ നമ്മെ തടസ്സപ്പെടുത്തുന്നവയെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. ഈ ആത്മശോധനയിലേക്ക് പോകാൻ പറ്റണം. മൂന്നാമത്, ആത്മവിശുദ്ധീകരണത്തിനായി നമ്മൾ പ്രാർത്ഥിക്കണം. പാപത്തിന്റെ യഥാർത്ഥ വശം കണ്ടെത്തിയതിനു ശേഷമാണ് കുമ്പസാരത്തിലേക്ക് നമ്മൾ നീങ്ങേണ്ടത്. ഇനി എങ്ങനെയാണ് പാപത്തിന്റെ യഥാർത്ഥ പാപം കണ്ടെത്തുക? എങ്ങനെയാണത് പറയുക? എന്താണ് കുമ്പസാരത്തിന്റെ നിയമങ്ങൾ? കുമ്പസാരത്തിൽ എങ്ങനെയാണ് നമ്മൾ ഇടപെടേണ്ടത്? നമ്മളും പുരോഹിതനുമായുള്ള ഈ കുമ്പസാരം എന്ന കൂദാശയിലെ ബന്ധത്തിനകത്ത് എന്താണ് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ സംഭവിക്കുന്നത് എന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അടുത്ത ഭാഗത്ത് നമുക്ക് വിശദീകരിക്കാം. കുമ്പസാരത്തെക്കുറിച്ച് ഏറെ പറയാനുള്ള ഒരു വിഷയമാണ്. 5 ദിവസം മുഴുവനായി ധ്യാനിപ്പിച്ച തീരാത്ത വിഷയമാണ്. വേണമെങ്കിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കാവുന്ന ഉൾക്കാഴ്ചകൾ കുമ്പസാരത്തെ സംബന്ധിച്ചുണ്ട്. അതിന്റെ കാനോനികമായ കാര്യങ്ങളുണ്ട്, കാറ്റക്കിസം പറയുന്ന കാര്യങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് മുഴുവനായി പറയാൻ കഴിയില്ല. കാരണം ഒരു പരിമിതമായ സമയത്താണ് ശുശ്രൂഷ. നിങ്ങൾ ഈ കേൾക്കുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കാൻ ശ്രമിക്കണമെന്ന് ഒരുവട്ടം കൂടി ഓർമ്മിപ്പിക്കുന്നു. എനിക്ക് ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, മുഴുവൻ നേരം ഈ കാര്യം കാണുന്നവർ വളരെ പരിമിതമാണ്. ഇത് ലാഗ് ചെയ്തു എന്നുള്ളത് കൊണ്ടാണെങ്കിൽ അത് പറയണം. നമുക്ക് ചുരുക്കി പറയാം. ചുരുക്കി പറയാത്ത എന്തെന്നറിയാമോ? ആദ്യമേ പറഞ്ഞല്ലോ, ഇത് അവബോധപരമായ കാര്യമാണ്. അപ്പോൾ അത് നമ്മൾ ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കണമെങ്കിൽ സമയമെടുത്തേ നമുക്ക് പറയാൻ പറ്റൂ. എന്നതിനെ വളരെ ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഇത്രയും നീട്ടി വലിച്ച് പറയുമ്പോഴാണ് അത് പറയാൻ കഴിയുക. അപ്പോൾ കേൾക്കുന്നവർ കൂടുതൽ പ്രാവശ്യം കേൾക്കാനും കേൾക്കുന്ന മുഴുവൻ കേൾക്കാനും ശ്രദ്ധിക്കണം. മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കാനും ശ്രദ്ധിക്കണം. ഒരു ശുശ്രൂഷയുടെ ഭാഗമാണെന്നും കൂടി ഓർക്കണം. അവനവൻ എങ്ങനെ ക്രിസ്തുവിൽ ആത്മബോധമുള്ളവനായി മാറുന്നു എന്നുള്ളത് മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കാൻ ആവശ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. വ്യക്തിപരമായ ഒരു കാര്യം മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അവരോന്മുഖമായ നമ്മുടെ ജീവിതത്തിന് ഇത് ഗുണം ചെയ്യുമെന്ന കാര്യം ഓർക്കണം. അതുകൊണ്ട് ശുശ്രൂഷയിൽ ഭാഗഭാക്കാകാൻ നിങ്ങളെവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആമേൻ.